ജിൻഡോ പവർ റൂമിന്റെ പപ്പറ്റായിരുന്നോ എന്നുള്ളതാണ് ലാലേട്ടന്റെ ചോദ്യം. ജിൻഡോയായിരുന്നു കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് ലാലേട്ടൻ അവിടെ ചോദിച്ചത്. കൂടുതൽ പേരും പറഞ്ഞത് ജിൻഡോയുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു എന്ന് തന്നെയാണ്. അവിടെ അപ്സര എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതുവരെയുള്ളതിൽ ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻ എന്ന് അപ്സര പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഞാൻ അവർ പറഞ്ഞതിനോട് യോജിക്കുന്നു. ജിൻഡോ ഒരു മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ജിൻഡോ എന്ന മത്സരാർത്ഥിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ഇതുവരെ ഗെയിം കളിച്ചുകൊണ്ടുണ്ടായിരുന്ന ആ ഒരു പേര് ഈ ഒരൊറ്റ ആഴ്ച കൊണ്ട് ജിൻഡോ കൊണ്ട് കളഞ്ഞു കുളിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. അവിടെ പവർ ടീമിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ക്യാപ്റ്റനായി മാറി, അല്ലെങ്കിൽ സിബിൻ പറയുന്നതിന് അനുസരിച്ച് കളിക്കുന്ന ഒരു കളിപ്പാവയായി ജിൻഡോ മാറി എന്ന് തന്നെയാണ് ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ജിൻഡോയ്ക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് അവിടെ നിൽക്കാനുള്ള കഴിവുള്ള മത്സരാർത്ഥിയാണ്. തന്റെ കഴിവ് തെളിയിച്ച മത്സരാർത്ഥിയാണ്. ഒരുപാട് പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിച്ച മത്സരാർത്ഥിയാണ്. പക്ഷേ ഇപ്പോൾ ജിൻഡോയ്ക്ക് മുകളിൽ പോയിരിക്കുന്നു സിബിൻ. കാരണം ജിൻഡോയെ തന്റെ കാലിന്റെ അടിയിൽ നിർത്താനായിട്ട് സിബിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ജിൻഡോ സ്വന്തമായി അവിടെ കളിച്ചിരുന്ന ഗെയിം ജിൻഡോയ്ക്ക് നഷ്ടപ്പെട്ടു. സിബിൻ എന്ത് പറയുന്നോ അതായിരുന്നു ജിൻഡോയുടെ ഈ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ചയിലെ ഗെയിം എന്ന് പറയുന്നത്. അത് ലാലേട്ടൻ ചോദിച്ചത് വളരെയധികം കറക്റ്റ് ആയിരുന്നു. അവരെല്ലാവരും കൂടുതൽ പേരും പറയുന്നുണ്ട് വളരെ മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ള കാര്യം. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജിൻഡോ അവിടെ പപ്പറ്റ് ആയിരുന്നോ, പവർ ടീമിന്റെ പപ്പറ്റ് ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. സായി മാത്രമാണ് പറയുന്നത് വലിയ മോശം ക്യാപ്റ്റൻ ആയിട്ട് തോന്നിയില്ല എന്ന് പറയുന്നത് സായി മാത്രം. പിന്നെ എനിക്ക് തോന്നുന്നു പവർ ടീമും അങ്ങനെ മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് ഒരിക്കലും പറയില്ല. എന്ന് വെച്ചാൽ അവരുടെ താളത്തിനൊത്തു തുള്ളുന്ന ഒരു ക്യാപ്റ്റൻ ആയിരുന്നു ജിൻഡോ എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ള ഒരുവിധ മത്സരാർത്ഥികൾ അത് എന്തായാലും തിരുത്തും. എന്തായാലും ജിൻഡോ ഒരു മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജിൻഡോയ്ക്ക് ഇനിയെങ്കിലും അത് തിരുത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചാൽ ജിൻഡോയ്ക്ക് ഫൈനൽ 5 ടോപ്പ് 5 ഉറപ്പുള്ള മത്സരാർത്ഥിയാണ്. എന്തിനേറെ വിജയിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നു ജിൻഡോ. സാധ്യതയുള്ള എന്താ നമ്മൾ ബിഗ് ബോസിലുള്ളത് പോലെ പറയണല്ലോ, പാസ്റ്റ് ടെൻസ് പറയാണ്, സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജിൻഡോയുടെ ഗ്രാഫ് നേരെ താഴോട്ട് പോയിരിക്കുന്നു, സിബിന്റെ ഗ്രാഫ് നേരെ മേലോട്ടും പോയിരിക്കുന്നു. ഇവിടെ ജിൻഡോ വെറും അടിമയായി മാറുകയായിരുന്നു കഴിഞ്ഞ വീക്ക്.